ഹായ് വെൽക്കം ടു മാറ്റ്കം. റേഷൻ ഷോപ്പുമായി ബന്ധപ്പെട്ട് മിക്കവാറും പ്രൊസീജിയറുകളെല്ലാം നമുക്ക് എൻ്റെ കേരളം എൻ്റെ റേഷൻ കാർഡ് എന്ന് പറയുന്ന ആപ്പ് വഴി ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ അത് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം എൻ്റെ റേഷൻ കാർഡ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളോട് ആദ്യം റേഷൻ കാർഡ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളോട് റേഷൻ കാർഡിന്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. വ്യൂ മൈ കാർഡ്. അപ്പോൾ വ്യൂ മൈ കാർഡ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ കറസ്പോണ്ടിങ് ആയിരിക്കുന്ന, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ വരുന്ന OTP നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. വന്നിരിക്കണം OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരണം. നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്താണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം. ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ലോഗിൻ ആവുമ്പോൾ നിങ്ങളുടെ കാർഡുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ, കാർഡ് ഉടമയുടെ പേരെന്താണ്, കാർഡ് നമ്പർ എത്രയാണ്, എത്ര അംഗങ്ങളുണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർഡ് ഉൾപ്പെട്ടിരിക്കുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് ഉൾപ്പെട്ടിരിക്കുന്ന ഡീറ്റെയിൽ കിട്ടാം. നിങ്ങളുടെ റേഷൻ വിഹിതയുടെ ഡീറ്റെയിൽ കിട്ടാം. നിങ്ങൾ വാങ്ങിയ റേഷൻ വിഹിത ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടാവുന്നതാണ്. അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഈ സർവീസ് എന്ന് കാണിക്കും. ഈ സർവീസ് എന്ന് കാണിച്ചു കഴിയും. ഈ സർവീസുകൾ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഈ ക്രിയേറ്റ് അക്കൗണ്ടിൽ കൊടുക്കുക. ക്രിയേറ്റ് അക്കൗണ്ടിൽ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ആധാർ നമ്പർ എൻ്റർ ചെയ്ത് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ പേര്, അതിനുശേഷം നിങ്ങൾ അവിടേക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്ന ഒരു യൂസർ ID, നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു പാസ്വേഡും ഒരു കൺഫേം പാസ്വേഡും കൊടുക്കാം. പാസ്വേഡ് യൂഷ്വലി ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മോൾ ലെറ്റർ, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, പിന്നെ നമ്പർ, ഇത്രയും ഡീറ്റെയിലുകൾ വെച്ചിട്ട് ഒരു സബ്മിറ്റ് കൊടുത്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് യൂസർ ID അല്ലെങ്കിൽ യൂസർ ID നോട്ട് അവൈലബിൾ എന്ന് കാണിച്ചാൽ നിങ്ങൾ പുതിയൊരു യൂസർ ID കൊടുക്കണം. ഓൾറെഡി എക്സിസ്റ്റിംഗ് യൂസർ ID എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൊടുത്ത ആ യൂസർ ID ഉപയോഗിച്ചുകൊണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഡേറ്റയിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, അപ്പൊ നിങ്ങൾ ലോഗിൻ ചെയ്താൽ മതി. അതല്ല എന്താ പറയുക, ഈ യൂസർ ID നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഈ യൂസർ ID വേറെ ആരും ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾ വേറൊരു യൂസർ ID കൊടുക്കണം. അപ്പൊ നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കാം. അതുപോലെ പാസ്വേഡും കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇനി ഏതാണ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്കിൽ അതിന് കോമൺ ആയിട്ട് പ്രൊസീജിയർ ആണ്. നിങ്ങൾ അപേക്ഷകൾ തയ്യാറാക്കി സേവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ അപേക്ഷകൾ തയ്യാറാക്കാം, സേവ് ചെയ്യുക. അതിനുശേഷം അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കാർഡിൽ നിന്ന് ഒരാളെ മാറ്റുകയാണ്, കാർഡിലേക്ക് ഒരാളെ ആഡ് ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ കല്യാണത്തെ തുടർന്നാണ്, എനിക്ക് പ്രൂഫ് ഡോക്യുമെന്റ് ആയിട്ട് നിങ്ങൾ മാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി. അപ്ലോഡ് ചെയ്തതിനു ശേഷം ആപ്ലിക്കേഷന്റെ പ്രിവ്യൂ, നിങ്ങൾ കൊടുത്ത ഡേറ്റ, ആളുടെ വ്യക്തി, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ അത് കൃത്യമായിട്ട് നോക്കുക, വെരിഫൈ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ആപ്ലിക്കേഷന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കുക. പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം ആരാണോ ആപ്ലിക്കന്റ് ആ വ്യക്തി അതിലൊരു സൈൻ ചെയ്ത് വീണ്ടും ഏതെങ്കിലും നല്ലൊരു സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ചത് അപ്ലോഡ് ചെയ്ത് ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്ന് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്ത് കിട്ടുകയുള്ളൂ. ഓക്കെ, ഫൈൻ. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു നെയിം കറക്ഷൻ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. പ്രൊഫഷൻ ചേഞ്ച്, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു വിദ്യാർത്ഥി ആയിരിക്കണം, നിങ്ങൾക്ക് ഇപ്പോൾ ജോലി കിട്ടി, അപ്പോൾ നിങ്ങളുടെ പ്രൊഫഷനെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് കൊടുത്താൽ മതി? പ്രൊഫഷണൽ ചേഞ്ച് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇവിടെ പ്രൊഫഷണൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കൊടുക്കണം? അവിടെ വേണ്ടത് ഏത് മെമ്പർ, ആ റേഷൻ കാർഡിൽപ്പെട്ട ഏത് വ്യക്തിക്കാണ്, പ്രൊഫഷൻ എന്താണ്, മന്ത്ലി ഇൻകം എന്ത് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഇൻകം ടാക്സ് പേ ചെയ്യുന്നുണ്ടോ, NRK ആണോ, NRK മീൻ നോൺ റെസിഡന്റ് കേരളയിൽ, ഫോർ എക്സാമ്പിൾ കേരളത്തിന് വെളിയിലാണോ താമസിക്കുന്നത്, എന്താണ് റീസൺ. അപ്ലോഡ് ആപ്ലിക്കേഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യുക, ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. നമ്മൾ സപ്പോർട്ടിംഗ് ആയിട്ട് ഡോക്യുമെന്റ് നിങ്ങൾക്ക് കൊടുക്കാം പ്രൊഫഷൻ ചേഞ്ചുമായി ബന്ധപ്പെട്ട്. അതല്ല നിങ്ങൾക്ക് ഇപ്പൊ കൊടുക്കേണ്ടത് റിഡക്ഷൻ ഇൻ മെമ്പർ, ഒരു മെമ്പറിനെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനായിട്ടാണെങ്കിൽ ഏതാണോ മെമ്പർ ആ മെമ്പറിനെ സെലക്ട് ചെയ്യുക. മെമ്പറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനുള്ള കാരണം എന്താണ്, ഒന്നിലധികം കാർഡിൽ വെച്ചിരിക്കുന്നു, മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, മരണപ്പെട്ടു, അല്ലെ സ്ഥിരമായി വിദേശവാസം, വേറൊരു
എന്താ പറയുക സംസ്ഥാനത്ത് ഒരു ഫോർ എക്സാമ്പിൾ NRI ആണ്, നോൺ റെസിഡന്റ് ഇന്ത്യൻ ആണ്, അയാൾ അവിടെ പെർമനന്റ് സെറ്റിൽ ആവുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ കാർഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെ റിമൂവ്. അങ്ങനെ നിങ്ങൾക്ക് ഓരോരോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആളുകളെ ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ചേഞ്ച് ഇൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, നിങ്ങളായിരുന്ന സ്ഥലത്തും സ്ഥലം വിറ്റ് നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയി, അപ്പോൾ നിങ്ങളുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് മാറുവാണ്, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ട്രാൻസ്ഫർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാർഡിൽ നിന്ന് മറ്റൊരു കാർഡിലേക്ക് അംഗങ്ങളെ മാറ്റുന്നു. ട്രാൻസ്ഫർ ഓഫ് മെമ്പേഴ്സും റിമൂവൽ ഓഫ് മെമ്പേഴ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. റിമൂവൽ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്, റിഡക്ഷൻ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആ കാർഡിൽ നിന്ന് ഒരു അംഗത്തെ റിമൂവ് ചെയ്യുന്നു. ട്രാൻസ്ഫർ മെമ്പർ എന്ന് പറയുന്നത് ആ കാർഡിൽപ്പെട്ട ഒരാളെ വേറൊരു കാർഡിലേക്ക് നമ്മൾ മാറ്റുന്നു. ദെൻ അഡീഷണൽ മെമ്പർ ആ കാർഡിലേക്ക് നമ്മൾ പുതിയതായിട്ട് ഒരാളെ ആഡ് ചെയ്യുന്നു. ദെൻ ആധാർ എൻട്രി, നിങ്ങൾ ആധാർ എൻട്രിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ റേഷൻ കാർഡിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളുടെ ആധാർ ഡീറ്റെയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ആധാർ ഡീറ്റെയിൽ അവൈലബിൾ ആണെന്ന് ഈ ആപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടുള്ള ഡിഫറെന്റ് പ്രൊസീജിയർ എന്റെ റേഷൻ കാർഡ് എന്ന് പറയുന്ന ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഓണർഷിപ്പ് മാറണം, ഫോർ എക്സാമ്പിൾ ഒരാളുടെ പേരിലാണ് ഓണർഷിപ്പ്, അത് മാറ്റണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റേഷൻ കാർഡ്, നിങ്ങളുടെ കയ്യിൽ റേഷൻ കാർഡ് നഷ്ടപ്പെടും, നിങ്ങൾക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റേഷൻ കാർഡ് വേണം, നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ അഡ്രസ് ചേഞ്ചോ അല്ലെങ്കിൽ LPG ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഗ്യാസ് കുറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഡീറ്റെയിൽ നിങ്ങൾക്ക് മാറണമെങ്കിൽ, അതോ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽ എന്തിനാ മാറ്റുന്നത്, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും സബ്സിഡി വരാനാണ് ആ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും വരുന്നത്, അപ്പോൾ ആ ബാങ്ക് ഡീറ്റെയിൽ മാറണമെങ്കിൽ അതോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് അല്ലെങ്കിൽ PVC കാർഡ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ATM കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് പോലുള്ള PVC കാർഡ് വേണമെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പ്രിന്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. സോ അത്രത്തോളം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ സർവീസ് ആപ്ലിക്കേഷൻസ് എന്റെ കേരളം റേഷൻ കാർഡ് വഴിയായിട്ട്, റേഷൻ കാർഡ് എന്ന് പറയുന്ന ആപ്പ് വഴി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്ത് ചോദിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. As a token of gratitude, please like to this particular video, share with your friends, keep watching, keep learning. Thanks for watching. Bye.